ആളുടെ പേരൊന്നും പറയുന്നില്ല, എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അവർക്ക് അതായത് അച്ഛൻ്റെ ഏട്ടൻ്റെ മക്കള് സെക്ഷലി അബ്യൂസ് ചെയ്യുന്നതാണ് ചെറുപ്പം തൊട്ടേ. അതിനുശേഷം ഇവരുടെ വൂണ്ടഡ് ഷാഡോ ആണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം ഇവർ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് ഒരുപാട് ആളായിട്ട് പ്രണയത്തിലല്ല, കല്യാണം കഴിച്ചിട്ട് പോലും ഇതിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്, UK പോയിട്ടും ഒക്കെ. അവിടെ നിന്ന് അവർ ലാസ്റ്റ് സൂയിസൈഡ് ചെയ്യാനുണ്ടായി. സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ് ചെയ്തത്. ക്ലെൻസിങ് എങ്ങനെയാണ്? ക്ലെൻസിങ്ങിന് എല്ലാത്തിൻ്റെയും ഉപരി നമ്മൾക്കുള്ള മിസ്റ്റേക്സ് അല്ലെ, നമുക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നടക്കാത്തത്. അതെ, അത് ഈ നാർസിസ്റ്റിക് ആയി കാറ്റഗറിയിലുള്ള ആളുകൾ ആക്സെപ്റ്റ് ചെയ്യില്ല. ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാളിൽ അഡിക്റ്റ് ആവണം. വൈഫ് നാർസിസ്റ്റിക് ആയ ഹസ്ബൻഡിൽ അഡിക്റ്റ് ആവണം. ആൾക്ക് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവാൻ പറ്റുന്നില്ല ഹസ്ബൻഡുമായിട്ട്. അതായത് ആളുടെ ചാവി, അതായത് ഈ വൈഫിന്റെ ചാവി ഹസ്ബൻഡിന്റെ അടുത്താണ്. കൺട്രോളിങ്. അതെ, വൈഫിനെ ജോബിന് അയക്കില്ല. അതായത് വൈഫ് ആളെക്കാളും ഉയരുന്നത് ഇഷ്ടമല്ല. ഫിസിക്കലി അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കള്ളങ്ങൾ പറയുക, മാനിപ്പുലേഷൻ നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്. അതായത് അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഫിസിക്കലി അബ്യൂസ് ചെയ്തൊക്കെ കഴിഞ്ഞ് ആൾക്കാരുടെ മുന്നിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞ സ്റ്റേജിൽ ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് പറഞ്ഞ് ചിലപ്പോൾ കരയുന്നുണ്ടാവും, മാപ്പ് പറയുന്നുണ്ടാവും. ഈ ലവ് ബോംബിങ്ങിലാണ് പാർട്ട്ണർ വീഴുന്നത്. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ഈ ആരെ കണ്ടാലും കുറ്റം പറയും. അവർക്ക് കുഴപ്പം, ഇവർക്ക് എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു കംപ്ലൈന്റ് ആണ്. കംപ്ലൈൻറ്റ്സ് പറയുന്ന ആൾക്കാർ അവർക്ക് സെൽഫ് വർത്ത് ഇല്ല. അവരുടെ മിസ്റ്റേക്സ്, അതായത് അവരുടെ ലൈറ്റ് സൈഡും ഡാർക്ക് സൈഡും നെഗറ്റീവ്സും പോസിറ്റീവും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാത്ത ആളുകളാണ് ബാക്കിയുള്ളവരെ കംപ്ലൈന്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മൾ ആരാണ് ബാക്കിയുള്ളവരെ ബ്ലെയിം ചെയ്യാൻ? നമ്മൾ ആരാണ്? മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആഴങ്ങളിൽ മനസ്സ് പറയുകയാണ് ഇന്ന് ശ്രീവിദ്യ അനൂപ്, അഥവാ ഡോക്ടർ ശ്രീവിദ്യ അനൂപ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ അതിനെക്കുറിച്ച് ആഴങ്ങളിൽ ആരും ചിന്തിക്കാത്തതുമാണ്. രണ്ട് വിഷയങ്ങളാണ്. അത് രണ്ടും എങ്ങനെയാണ് ബന്ധപ്പെടുന്നതെന്നും അതെങ്ങനെയാണ് സാധാരണ മനുഷ്യരെ ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ വിഷയം അല്ലെങ്കിൽ ആദ്യത്തെ വാക്ക് അഡിക്ഷൻ. രണ്ടാമത്തത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ശ്രീവിദ്യ ഒരു മൈൻഡ് പവർ കോച്ചാണ്. മനുഷ്യരുടെ മനസ്സുകളിലേക്ക് ആഴത്തിൽ പോയി മനസ്സ് പഠിച്ച് അവർക്ക് അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന കുറച്ച് എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ആയുർ രഹസ്യത്തെ കുറിച്ചൊന്ന് പറയണം. ആയുർ രഹസ്യ എന്ന് പറയുന്നത് പെയിൻ റിലീഫ് ഓയിലാണ്. അത് എൻ്റെ മുത്തശ്ശൻ്റെ കാലം തൊട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു ഓയിലാണ്. അത് പച്ചമരുന്നിൻ്റെ നീരും തേങ്ങാപ്പാൽ കാച്ചി കുറുക്കി ഉണ്ടാക്കുന്ന തേങ്ങ വെന്ത വെളിച്ചെണ്ണയും ഇട്ടിട്ട് 7 ദിവസം പഥ്യത്തിൽ ഏർലി മോർണിംഗ് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഉണ്ടാക്കുന്ന ഒരു ഓയിലാണ്. അതിന് നല്ല റിസൾട്ടാണ്. എല്ല് തേയ്മാനം, ബോൺ ലോസ്, അതുപോലെ ഡിസ്ക് ബൾജ് കൊണ്ടുള്ള വേദന, വെരിക്കോസ് വെയിൻ സംബന്ധമായിട്ടുള്ള വേദന, അത് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം. 21 ദിവസം കൊണ്ട് നല്ല റിസൾട്ടാണ് കിട്ടുക. അപ്പം ഇത് നമ്മളെ റിലേറ്റീവ്സിനും നാട്ടുകാർക്കും മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ട് കേരളം മൊത്തം അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം എത്തിച്ചൂടാ. അങ്ങനെയാണ് ഈ ബ്രാൻഡ് റിലീസ് ചെയ്തത്, ആയുർരഹസ്യ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം അത് നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇത് ചോദിക്കാൻ കാരണം ഇവിടെ ഇത് പ്രസക്തമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ശ്രീവിദ്യയുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ആയുർ രഹസ്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആയുസിന്റെ രഹസ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് അവിടെ കോയിൻ ചെയ്തപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്ന് മാത്രം. ഏതായാലും നല്ലൊരു കാര്യം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഈ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഞാനൊരു മനഃശാസ്ത്രം പഠിച്ച വ്യക്തി എന്നുള്ള നിലയിൽ അത് എത്രത്തോളം എനിക്ക് ഉപകരിച്ചു അല്ലെങ്കിൽ ഞാനത് മറ്റുള്ളവർക്ക് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അത് ഞാൻ പിന്നീട് പറയുന്ന ഉത്തരം. ഈ പഠിച്ചൊരു കാര്യത്തിൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ താൽക്കാലികമായിട്ട് ചെയ്യുന്നതിൽ കൂടുതൽ സന്തോഷം കണ്ടെത്തി അത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യാൻ, ആവർത്തിച്ച് ചെയ്യാനുള്ള ഒരു ആഗ്രഹം, മനസ്സ് പ്രേരിപ്പിക്കും അല്ലേ? അപ്പോൾ അത് ചില സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നമുക്കറിയാം. നമ്മൾ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും മദ്യപിക്കുന്നവരുടെ അഡിക്ഷൻ, സ്മോക്കിംഗ് അഡിക്ഷൻ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് അഡിക്ഷൻ, അങ്ങനെ
നമുക്കറിയാം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അഡിക്ഷൻ. ആ അഡിക്ഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സബ്ജക്റ്റ് അഡിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ മനഃശാസ്ത്രജ്ഞരുടെ ഭാഷയിൽ. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ആണ് നമ്മൾ ചർച്ച കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് ബിഹേവിയറൽ അഡിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യത്തെ ഭാഗം നമുക്കെല്ലാം പല എപ്പിസോഡുകളിൽ പലരും സംസാരിച്ച് ഡോക്ടേഴ്സൊക്കെ ഇപ്പോൾ ഡ്രഗ് അബ്യൂസിനെ പറ്റിയും മദ്യപാനശീലത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ബിഹേവിയറൽ അഡിക്ഷനെ കുറിച്ച് നമ്മൾ അധികം ചർച്ചകൾ വന്നിട്ടില്ല. അപ്പോൾ മൈൻഡിനെ നിയന്ത്രിക്കുന്ന കോച്ച് അല്ലെങ്കിൽ മൈൻഡിനെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്ന കോച്ച് എന്നുള്ള നിലയിൽ ശ്രീവിദ്യയ്ക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഈ ബിഹേവിയറൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരാളിലേക്ക് നമ്മൾ അഡിക്റ്റ് ആവുന്നതും അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള ലവ് ആണോ അതിൽ വരുന്നത്? അതല്ലേ ഉദ്ദേശിച്ചത്? അല്ല, അതൊക്കെ അതിനകത്ത് വരും. ടോക്സിക് ആയിട്ടുള്ള ലവ് മാത്രമല്ല, ഈ ടോക്സിക് ലവ് എന്ന് പറയുന്ന ഒരു വളരെ ഡേഞ്ചറസ് ടേം ആണല്ലോ. ഇതിപ്പോ ബന്ധങ്ങളിലുള്ള ടോക്സിക് ലവ്, അത് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലാവാം, കാമുകന്മാര് തമ്മിലാവാം, പിന്നെ സുഹൃത്തുക്കൾ തമ്മിലാവാം, അതുമാവാം, ഇപ്പോ സിബ്ലിങ്സ് തമ്മിലാവാം. എനിക്ക് മാത്രം ഒരു പൊസസീവ്നെസ്, എനിക്ക് മാത്രം എൻ്റെ ഇഷ്ടങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ ചില ബന്ധങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതിൽ പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് സൊസൈറ്റി ഡിസ്കസ് ചെയ്യുന്നത് ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ പെണ്ണോ ആണെങ്കിൽ അവരുടെ പാർട്ട്ണർക്കോ അവരുടെ കൂടെയുള്ള ഏത് ബന്ധത്തിലുള്ളവർക്കായാലും അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ടോപ്പിക്ക് മനസ്സിലായി കാണും. ബിഹേവിയറൽ അഡിക്ഷൻ എന്ന് പറയുന്ന നാർസിസത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആത്മരതി, സെൽഫ് ഒബ്സഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരാൾ നാർസിസ്റ്റ് ആണെന്ന് കണ്ടുപിടിക്കുക? ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ഒരുപാട് ആൾക്കാർ ഹസ്ബൻഡ് നാർസിസ്റ്റിക് ആണെന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം ആ ടേം തന്നെ കോമൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് ഉള്ള ഹസ്ബൻഡ് ഭർത്താക്കന്മാര് അണ്ടറിൽ വൈഫ് നിൽക്കുക, അവർ ജസ്റ്റ് അവർക്ക് പിന്നെ വഴക്ക് പറയാനും അല്ലെങ്കിൽ അവൾ കള്ളുടിച്ച് മദ്യപിച്ച് വന്ന് ഉപദ്രവിക്കാനുള്ളൊരു യന്ത്രം എന്നുള്ള രീതിയിൽ ജീവിച്ച ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പം അന്നത്തെ കാലത്ത് ഈ നാർസിസ്റ്റിക് എന്നുള്ളൊരു വേർഡ് തന്നെ ഇല്ല. ഇപ്പോഴാണ് എല്ലാവരും മാം എൻ്റെ ഹസ്ബൻഡ് നാർസിസ്റ്റിക് ആണെന്ന് പറഞ്ഞിട്ട് വരുന്നു. അപ്പൊ അത് മനസ്സിലായി തുടങ്ങി. അതെ, അവര് പറയുന്നത് എവിടെ പോയാലും ആൾക്ക് ഒരു പടി മുന്നിൽ നിൽക്കണം, വൈഫിനെ ജോബിന് അയക്കില്ല, അതായത് വൈഫ് ആളെക്കാളും ഉയരുന്നത് ഇഷ്ടമല്ല, ഫിസിക്കലി അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ കള്ളങ്ങൾ പറയുക, മാനിപ്പുലേഷൻ നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്. അതായത് അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഫിസിക്കലി അബ്യൂസ് ചെയ്തൊക്കെ കഴിഞ്ഞ് ആൾക്കാരുടെ മുന്നിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞ സ്റ്റേജിൽ ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് പറഞ്ഞ് ചിലപ്പോൾ കരയുന്നുണ്ടാവാം, മാപ്പ് പറയുന്നുണ്ടാവാം. ഈ ലവ് ബോംബിങ്ങിലാണ് പാർട്ട്ണർ വീഴുന്നത്. പിന്നെ വീണ്ടും ഈ ഒരു ലൂപ്പിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്കറിയാം, വിമൻസ് സെല്ലിലൊക്കെ ഈ പോലീസിന്റെ ഒക്കെ വിമൻസ് സെല്ലിലേക്ക് പലപ്പോഴും ഇതുപോലെയുള്ള സാധാരണ കുടുംബങ്ങളിൽ നിന്ന്, ഇപ്പൊ ഇടത്തരം കുടുംബങ്ങളിൽ നിന്നൊക്കെ ഭാര്യ ഭർത്താവ് അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വരും. വന്നിട്ട് അവിടെ വന്നിട്ട് ഭയങ്കര ബഹളം, കംപ്ലൈന്റ് കൊടുക്കുന്നത് ചിലപ്പോൾ സ്ത്രീ ആയിരിക്കും കേട്ടോ. കംപ്ലൈന്റ് കൊടുത്തിട്ട് വിളിപ്പിക്കും, ഈ പോലീസ് അവരെ വിളിപ്പിക്കും, സംസാരിക്കും, ഒക്കെ കഴിഞ്ഞ് ഒത്തുതീർപ്പാക്കിയിട്ട് അവരെ വിടും. ഇതാ കിടക്കുന്നു, 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇതേ അവസ്ഥയിൽ വീണ്ടും വരുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ ഒരു വർഷത്തിന്റെ ഇടയിൽ പിന്നീട് രണ്ടാമത് അടിപിടിയായിട്ട് വരുന്നതിന്റെ ഇടയിൽ ഈ സ്ത്രീ ഗർഭിണിയായിട്ടുണ്ടാവാം, ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടാവാം, ഇതൊക്കെ ഉണ്ടാവും. ഇവര് തമ്മിൽ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ടാവാം, സ്നേഹം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ വീണ്ടും ഇതേ അവസ്ഥയിലേക്ക്. അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലേ? അതെ, ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാളിൽ അഡിക്റ്റ് ആവണം, വൈഫ് നാർസിസ്റ്റിക് ആയ ഹസ്ബൻഡിൽ അഡിക്റ്റ് ആവണം, ആൾക്ക് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവാൻ പറ്റുന്നില്ല ഹസ്ബൻഡുമായിട്ട്. അതായത് ആളുടെ ചാവി, അതായത് ഈ വൈഫിന്റെ ചാവി ഹസ്ബൻഡിന്റെ അടുത്താണ്, കൺട്രോളിങ്. അതെ, ഹസ്ബൻഡ് മാത്രമല്ല കേട്ടോ, ഒരുപാട് സ്ത്രീകളും നാർസിസ്റ്റിക് ആയ ആളുകളുണ്ട്. പിന്നെ പേരൻസും ഉണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയൂ. ഈ മൈൻഡ് കോച്ച് എന്നുള്ള രീതിയിൽ കുറെ അത്തരം അനുഭവങ്ങളും കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു പെൺകുട്ടി വരികയുണ്ടായി, അവർക്കിപ്പം ഏകദേശം ഒരു പെൺകുട്ടിയല്ല, 50-52 വയസ്സുള്ള ഒരാളാണ്, ലേഡിയാണ്. അപ്പോൾ ആളെ ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്ന മദറാ. കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളായി, മൂത്ത കുട്ടി കല്യാണപ്രായമായി, ഇപ്പോഴും മദറിന്റെ കൺട്രോളിലാണ്. ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ വിടില്ല, ഫുഡ് കഴിക്കണമെങ്കിൽ അത്, പിന്നെ എപ്പോഴും അമ്മയെക്കാളും സൗന്ദര്യം കുറവാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് മോളെക്കാളും ഒരുങ്ങി അമ്മ നടക്കുക, മോളെ ആളുകൾ പബ്ലിക്കിൽ ഭയങ്കരമായിട്ട് താഴ്ത്തി കെട്ടുക. പക്ഷേ അറ്റ് ദ സെയിം ടൈം
അമ്മയോട് എവിടെയോ ഒരു ഇഷ്ടമുണ്ട്, അമ്മയാണല്ലോ എന്നുള്ള ഇഷ്ടം, അമ്മയാണല്ലോ എന്നുള്ള പക്ഷെ ആ ലൂപ്പിന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല, ആ ലൂപ്പിന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. ഇപ്പം ആന്റി ആങ്സൈറ്റി ഡ്രഗ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിപ്രഷനും ആങ്സൈറ്റിക്കുള്ള മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ആന്റി ആൻസൈറ്റി ഡ്രഗ്സ്, ആന്റി ഡിപ്രസൻസ് എന്നൊക്കെ പറയുന്ന സംഗതികൾ കഴിക്കുന്നതിന് ദർ ഇസ് എ ലിമിറ്റ് ഫോർ ഇറ്റ്, നോ? അതെ, നമുക്കറിയാം വേറെ വഴിയില്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് അത് കൊടുക്കും എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഞങ്ങളെ പോലെയുള്ള സൈക്കോളജിസ്റ്റ് കഴിവതും അത് ഒഴിവാക്കിക്കൊണ്ട് കൗൺസിൽ ചെയ്യാനാണ് സാധാരണ സൈക്കോളജിസ്റ്റ് ചെയ്യുക. ഇപ്പം എന്നെ വിട്ടേക്ക്, ഞാനിപ്പോൾ അത് അധികം കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല. പക്ഷേ അതിന് റീസൺസ് ഉണ്ട്. പക്ഷെ അതൊരു ശാശ്വത പരിഹാരമല്ല. ശരിക്കും എന്താണ് ശ്രീവിദ്യക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നത്? ശരിക്കും ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോൺഷ്യസ് മൈൻഡിന്റെ ആണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതായത് ടെമ്പററി ആയിട്ടുള്ള ഒരു ആശ്വാസം, ഒരു റിലീഫ്. അതെ. ഇപ്പം ഞാൻ ഒരാളടുത്ത് പോയി, അവരെന്നെ കൗൺസിൽ ചെയ്തു, അപ്പം ഒരു അരമണിക്കൂർ സംസാരിച്ചപ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ എൻ്റെ ലൈഫ് ഇപ്പം മാറുമെന്ന് എനിക്ക് തോട്ട് വരുന്നു. പിന്നെ വെരി നെക്സ്റ്റ് ഡേ ഞാൻ പഴയ ആളായിട്ടുണ്ടാവും. കാരണം എൻ്റെ 95% ഇമോഷൻസും കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡാണ്, ഉപബോധ മനസ്സാണ്. അപ്പോൾ ഒരാൾ പറയുന്നത് കേൾക്കുന്നത് നമ്മളെ മൈൻഡാണ് കേൾക്കുന്നത്. 5%, അതായത് നമ്മളെ മൈൻഡിൻ്റെ 5% കോൺഷ്യസ് മൈൻഡാണ്. കോൺഷ്യസ് മൈൻഡാണ് ഡിസിഷൻ എടുക്കുന്നതും ഇപ്പം എന്ത് സംസാരിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നതും. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ ഈ ലൂപ്പിൽ തന്നെ പോകും നമ്മളെ ലൈഫ്. സെയിം ഇമോഷൻ. അപ്പൊ ഈ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ എത്തിയാലേ അഡിക്ഷൻ. പക്ഷെ അത് നിയന്ത്രിക്കാൻ സാധ്യമാവുമോ എന്നുള്ളതായിരിക്കും സാധാരണക്കാര് ചിന്തിക്കുന്ന ഒരു ചോദ്യം, അല്ലെ? കോൺഷ്യസ് മൈൻഡ് ഓക്കെ, ഡെലിബറേറ്റ് ആയിട്ട് എനിക്കിത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ചെയ്യാം. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഇപ്പം ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞ വാസനകള്, അപ്ബ്രിങ്ങിങ്, നമ്മുടെ എന്തൊക്കെ മെമ്മറീസ്, നമ്മളെ ചൈൽഡ്ഹുഡ് മെമ്മറീസ്, എന്തൊക്കെ നമ്മൾ ആ പ്രായം വരെ നമ്മുടെ ഉള്ളിൽ ഹാബിറ്റ്സ്, ഈവൻ സർക്കംസ്റ്റൻസസ്, ജീവിച്ച സാഹചര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ നിർണ്ണയിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അങ്ങനെയുള്ളൊരു പ്രോബ്ലം ഉള്ള സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അക്കോർഡിംഗ് ടു യു? സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതായത് ഇപ്പം ഞാനൊരു അഡിക്ഷനിൽ പെട്ട ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൽ അഡിക്റ്റഡ് ആണ്, അപ്പം പുള്ളി എവിടെ പോകും, പുള്ളിനെ ഞാൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി എവിടെ പോകുമ്പോൾ ഞാൻ വിളിക്കുന്നു, ആങ്ഷ്യസ് ആവുന്നു. ഞാനൊരു ആങ്ഷ്യസ് പാർട്ട്ണറാണെന്ന് വിചാരിക്കാം. അപ്പോൾ പുള്ളി ഒരാളെ കോൾ ചെയ്താൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, മെസ്സേജ് അയച്ചാൽ എനിക്ക് ടെൻഷനാണ്. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതിനനുസരിച്ച് ചിലപ്പോൾ ആള് ഡിപ്രഷന് മെഡിസിൻ എടുക്കുന്നുണ്ടല്ലോ. ഇതിൽ ഈ വിവാഹം കഴിയുന്ന സമയത്തൊക്കെ പലപ്പോഴും ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു തമാശ ഞാൻ കണ്ടിരിക്കുന്നത്, ഭാര്യ വിളിക്കും അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ വിളിക്കും, എവിടെയാ സ്വീറ്റ് ഹാർട്ട്, എവിടെയാ, അങ്ങനെ. അപ്പോൾ പറയും ഞാൻ ഇവിടെയാണ്, അവിടെ പോയി ഇവിടെ പോയി, അല്ലെങ്കിൽ കുറച്ച് പിന്നെയും വിളിക്കും. അങ്ങനെ പലവട്ടം ഒരു ആദ്യത്തെ ഒരു 6 മാസം, 1 വർഷം, അങ്ങേയറ്റം 2 വർഷം ഇങ്ങനെയൊക്കെ പോകും. പിന്നെ ഈ ഭാര്യ വിളിക്കുമ്പോൾ ഭർത്താവിനും, ഭർത്താവ് വിളിക്കുമ്പോൾ ഭാര്യയ്ക്കും ബുദ്ധിമുട്ടായി, ഭാഷയിൽ തന്നെ മാറ്റം വരും. അപ്പോൾ സത്യം പറഞ്ഞാല് ഇതിനെ ഒരു അവിടെയും ഈ കോൺഷ്യസ്, അതായത് ഇപ്പൊ പെണ്ണ് കാണാൻ വരുന്നു, ആ സമയത്ത് നമ്മൾ വളരെ ചിരിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആള് പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ നമ്മളല്ല കല്യാണം കഴിഞ്ഞ ഒരു 6 മാസം കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ 0 to 7 years അല്ലെങ്കിൽ 0 to 14 years നമ്മളെ കണ്ടീഷൻ ചെയ്ത ഡാറ്റാസ് ഒക്കെ പുറത്തെടുക്കും സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന്. അതായത് പേരൻസ് എങ്ങനെ നമ്മളെ വളർത്തി, സൊസൈറ്റി എങ്ങനെ കണ്ടീഷൻ ചെയ്തു, നമ്മളെ ഹാബിറ്റ്സ് എന്താണ്, നമ്മുടെ സർക്കംസ്റ്റൻസസ് എന്തായിരുന്നു, നമ്മൾ കേട്ടത്, അറിഞ്ഞത്, എക്സ്പീരിയൻസ് ചെയ്തത്, ഇതൊക്കെ നമ്മൾ ഡംപ് ചെയ്യുന്നത് പാർട്ട്ണറുടെ അടുത്തായിരിക്കും. അത് വൈസ് വേഴ്സ. ഇപ്പൊ പാർട്ട്ണറെ ഞാൻ കുറച്ച് സ്പിരിച്വലി പറയുകയാണെങ്കിൽ, നമ്മളാണ് ആ പാർട്ട്ണറെ അട്രാക്ട് ചെയ്തെടുത്തത്. ഐദർ നാർസിസ്റ്റിക് എന്ന് പറയുന്നു, ആ നാർസിസ്റ്റിക് ആയ ഭർത്താവിനെ എനിക്ക് അട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് അട്രാക്ട് ചെയ്തെടുത്തത്. എൻ്റെ മൈൻഡിലുള്ള ഇമോഷൻസ്, എൻ്റെ മൈൻഡിലുള്ള സോൾ ഡാറ്റ, എൻ്റെ എക്സ്പീരിയൻസസ്, ഇതൊക്കെയാണ് ആ ഹസ്ബൻഡിലോട്ട് ഞാൻ എത്തിയിട്ടുണ്ടാവുക. ഇനി ഇതിൽ കുറച്ചും കൂടെ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ, എൻ്റെ ഫാദറിൻ്റെ ഏറെക്കുറെ സെയിം ക്യാരക്ടറിൻ്റെ ഹസ്ബൻഡിലുണ്ട്. നമ്മൾ പറയുമല്ലോ ഈ ഫ്രോയിഡ് തിയറിയിൽ നമ്മൾ പെൺകുട്ടി തിരഞ്ഞെടുക്കുന്നത് സ്വന്തം അച്ഛൻ്റെ ഛായയും, ഫിഗർ ഛായയും നേച്ചറും ശബ്ദവും സ്വഭാവവും ഒക്കെ ഉള്ളവരെയൊക്കെ തന്നെ ആയിരിക്കുന്നത്.
കീനായിട്ട് ഒബ്സർവ് ചെയ്താൽ അതിനകത്തൊക്കെ കുറേയൊക്കെ കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ അതെ, കാരണം ഇപ്പോ ദാറ്റ്സ് വാട്ട് പാർട്ട്ണർ എക്സ്പെക്ട് ചെയ്യുക എനിക്ക് തോന്നുന്നു അല്ലേ? അതെ അതെ, ഇപ്പം ഈ ടോക്സിക് പാർട്ട്ണറിലോട്ട് എത്തുന്നു എന്ന് പറയുന്ന ആ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഒരു പാസ്റ്റ് ഉണ്ടാവും. ഇപ്പം നാർസിസം എല്ലാവരും പറയും, നാർസിസ്റ്റിക് ആയ ആളുകളാണ് ഏറ്റവും ട്രൊമാറ്റിക് ആയിട്ടുള്ള, വൂണ്ടഡ് ആയിട്ടുള്ള ആളുകൾ സൊസൈറ്റിയിൽ. കാരണം അവര് നമ്മളെ മൈൻഡിൽ, ഞാൻ വീണ്ടും മൈൻഡിലോട്ട് പോവാണ്, നമ്മളെ മൈൻഡിൽ 10% ആനിമൽ മൈൻഡാണ്, അതെ, ബാക്കി 90% ഇമോഷണൽ മൈൻഡാണ്. അപ്പം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ പേരൻസ് വേണം ഈ ഇമോഷണൽ മൈൻഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ടച്ചിലൂടെ, ഹഗ്ഗിലൂടെ, കെയറിലൂടെ. അപ്പം അത് കിട്ടാത്തൊരു കുട്ടി ആനിമൽ മൈൻഡാണ് വികസിച്ചു വരുന്നത്. അവിടെയാണ് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത്. there is a beast in every human being. യെസ്, അല്ലേ? പക്ഷെ ആ മൃഗത്വം എന്ന് പറയുന്നത് ഷോർട്ട് ടെമ്പേർഡ് ആവുന്നു, മൃഗങ്ങളെ പോലെ ബിഹേവ് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. അതെ, അതാണ് പറഞ്ഞത്. അപ്പൊ അതിനെ എങ്ങനെ മാറ്റി ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആക്കുക എന്ന് പറയുന്നത് വളരെ കുട്ടിക്കാലത്തെ ഉണ്ടാവേണ്ട ഒരു പ്രോസസ്സാണ്. അതെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പേരൻസിന് ഒരു പരിധി വരെ കുട്ടികളെ കെയർ ചെയ്ത് നല്ലൊരു ലൈഫിലോട്ട് എത്തിക്കാൻ പറ്റും. പക്ഷെ ഈ പറയുന്ന പേരൻസിനും ഒരു പാസ്റ്റ് ഉണ്ട്, അതല്ലേ അവർ കാണിക്കുള്ളൂ അല്ലേ? അതെ, അവർക്ക് എന്താണ് കിട്ടിയത് അതാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇയേഴ്സ് ഓഫ് കണ്ടീഷനിങ്, അതായത് നമ്മളെ ഉള്ളിലുള്ള എന്തോ ഒരു കാര്യമാണ് ആ ടോക്സിക് ആയിട്ടുള്ള പാർട്ട്ണറെ നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. പിന്നെ അത് കരഞ്ഞിട്ട് കാര്യമില്ല, ആളിനെ റെഡിയാക്കേണ്ടത് നമ്മൾ ഒബ്സർവേഷനിലൂടെയാണ്. കുറച്ചും കൂടെ സ്പിരിച്വലി പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒബ്സർവേഷനിലൂടെ ഒരു വ്യക്തിയെ മാറ്റാൻ കഴിയും. ഇപ്പൊ അങ്ങനെ എന്റെ ക്ലാസ്സിലൂടെ വന്നിട്ട് നാർസിസ്റ്റിക്കായ ആളെ കംപ്ലീറ്റ് മാറ്റിയ ഒരു വ്യക്തിയുണ്ട്. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോൾ വളരെ പെർട്ടിക്കുലർ ആയിട്ട് ഒരു ഫോക്കസ് ആയി ഒരു പോയിന്റ് എടുത്തിട്ട് പറയാം. ഇപ്പൊ ചൈൽഡ്ഹുഡ് ട്രോമ, എന്തെങ്കിലും ഒരു ആസ്പെക്ട് ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസിലേക്ക് കൂടി വന്ന ഒരു വ്യക്തി അതിനെ ഓവർ പവർ ചെയ്യാനായിട്ട്, ആ സിറ്റുവേഷനെ മറികടക്കാനായിട്ട് ഗ്രാജുവലി ഒരു നാർസിസിസ്റ്റ് ടെൻഡൻസി ഡെവലപ്പ് ചെയ്ത് വരികയും ഒരു അഡൾട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ അയാൾ ഒരു കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒരു നാർസിസിസ്റ്റ് ആയിട്ട് മാറുകയും ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരെ. ഉദാഹരണത്തിന് ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു വ്യക്തി, ഞാൻ അറിയുന്ന ഒരു വ്യക്തി സ്കൂൾ കാലഘട്ടത്തിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കുറെ കുറവുകളുണ്ട് സിബ്ലിങ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ കൂടുതൽ അറ്റൻഷൻ ഈ വ്യക്തിക്ക് കൊടുക്കുക. ഈ അറ്റൻഷൻ കൊടുത്ത് ഒരു സ്പെഷ്യൽ കെയർ എല്ലാ കാര്യങ്ങളിലും കൊടുക്കുക. ബിക്കോസ് ഈസ് ഹാവിങ് സം പ്രോബ്ലം. ചിലപ്പോൾ കളർ കുറവായിരിക്കാം, ചിലപ്പോൾ ഹൈറ്റ് കുറവായിരിക്കാം, ചിലപ്പോൾ സാമർത്ഥ്യം കുറവായിരിക്കാം, ചിലപ്പോൾ പഠിക്കാനുള്ള ബുദ്ധി കുറവായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും. പക്ഷെ ഈ അറ്റൻഷൻ അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടി വന്നു കഴിയുമ്പോൾ ആ കുട്ടിയോട് ഒരു എന്താ പറയുക, ഒരു ഓട്ടോ സജഷൻ കൊടുക്കുന്ന പോലെ സജഷനായിട്ട് അമ്മ യു ആർ ഹാൻസം, യു ആർ സ്മാർട്ട്, യു ആർ, അത് ഓവറായി കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ കുട്ടിക്ക് തോന്നി ഇതാണ് ശരി, അമ്മ പറയണതാണ് ശരി. പിന്നീട് നമ്മൾ കാണുന്നത്, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഈ നാർസിസ്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഭയങ്കര ഇൻസെക്യൂർ ആയിരിക്കും തോന്നാറുണ്ട്. ആ കുട്ടി പിന്നീട് ഒരു വിവാഹം കഴിച്ച് പ്രായമായിട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ഡിമാൻഡിങ് ആവാം. എന്നെ സ്നേഹിക്കണം, എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരണം, എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം മാത്രമേ ഇവിടെ ഉണ്ടാക്കാൻ പാടുള്ളൂ, എനിക്കിഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ. അവിടെ എന്താണെന്ന് അറിയോ ചേച്ചി വരുന്നത്, ഞാനിപ്പോ പറയാണ് എന്റെ കുട്ടിയോട് യു ആർ ഹാൻസം, യു ആർ കോൺഫിഡൻറ്റ്, യു ആർ കൈൻഡ്. അത് ഞാൻ പറയുമ്പം ആ കുട്ടി ഇൻസെക്യൂരിറ്റി ഉള്ളിലുണ്ടെങ്കിലും അമ്മയുടെ ലവ് കിട്ടണമെങ്കിൽ ഞാൻ കൈൻഡ് ആവണം, ഞാൻ ഭയങ്കര, അതായത് ഗുഡ് ബോയ് സിൻഡ്രോം, ഗുഡ് ഗേൾ സിൻഡ്രോം, ഞാൻ നല്ലൊരു വ്യക്തി ആയാൽ മാത്രമേ അമ്മയുടെ അറ്റൻഷൻ കിട്ടുള്ളൂ. അപ്പൊ ഈ ഇൻസെക്യൂരിറ്റി, ഫിയർ, ആളുടെ നെഗറ്റീവ് ഷെയ്ഡൊക്കെ ആള് ഷാഡോയിലിടുകയാണ്. നമുക്ക് ഷാഡോസ് ഉണ്ട്, ഡാർക്ക് ഷാഡോസ്, ഗോൾഡൻ ഷാഡോസ്, അവിടെയാണ് ഇത് സംഭവിച്ചത്. ഹൈഡ് ചെയ്യാണ് ആളത്. ഇനി ഇത് എവിടെ തുറക്കും? ഇതൊക്കെ വലുതായി കഴിയുമ്പോൾ പാർട്ണറെ കിട്ടുമ്പോ, അല്ല അമ്മമാര് പറയും, ഇത് കഴിക്കുമ്പോൾ പ്രേക്ഷകർ വിചാരിക്കും അമ്മമാർ ഇങ്ങനെ പറയുന്നത് തെറ്റാ, പറയണം. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ഫിയർ റൂൾ ഔട്ട് ചെയ്യുന്ന തരത്തിൽ അമ്മമാർക്കും അച്ഛന്മാർക്കും കുടുംബത്തിലുള്ളവർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. അത് മാത്രല്ല, ഗുഡ് പീപ്പിൾ, ബാഡ് പീപ്പിൾ, അല്ലെങ്കിൽ ഗുഡ് ഓർ ബാഡ് രണ്ടും അറിയണം, രണ്ടും ഫീൽ ചെയ്യണം ഒരു കുട്ടി. ഇപ്പം നമ്മൾ യു ആർ എ ഗുഡ് ബോയ്, യു ആർ എ ഗുഡ് ഗേൾ എന്ന് പറയുന്നതാണ്, അങ്ങനെയുള്ള ആളുകളെയാണ് സമൂഹം, സൊസൈറ്റി അംഗീകരിക്കുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും മോശം ചെയ്താൽ ആളുകളൊക്കെ എന്നെ തെറ്റു പറയും. അപ്പം എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. ആ ഒരു സിസ്റ്റമേ എടുത്തു മാറ്റണം എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഇവിടെ ഗുഡ് പീപ്പിളും ബാഡ് പീപ്പിളും ഇല്ല, ആരാ ബാഡ് ആരുമില്ല. നമ്മുടെ ഉള്ളിൽ ലയറില്ലേ, നമ്മൾ കള്ളം പറയാറില്ലേ,
നമ്മളെ ഉള്ളിലൊരു മർഡർ ചിന്തിക്കുന്ന ആളില്ലേ, നമ്മളെ ഉള്ളിൽ എല്ലാ നെഗറ്റീവ് ഇൻസെക്യൂരിറ്റി ഉണ്ട്, നമുക്ക് ഫിയർ ഉണ്ട്. ഇതൊരു ഹ്യൂമൻ ബീയിങ്ങിന് രണ്ട് നേച്ചർ ഉണ്ട്, ഡ്യുവാലിറ്റിയാണ് ഒരു സോളിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. ഡാർക്ക്നെസ്സും ലൈറ്റ്നെസ്സും ഉണ്ട്. ലൈറ്റ്നെസ് മാത്രമാണ് എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ വളരെ നന്ദിയുള്ള വ്യക്തിയാണ്, ഞാൻ വളരെ കൈൻഡാണെന്ന് ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും എൻ്റെ ഡാർക്ക്നെസ് ഞാൻ അവിടെ ഹൈഡ് ചെയ്യാണ്. ഇതിവിടെ ഹൈഡ് ചെയ്ത് ഞാൻ വലുതാവുമ്പോൾ വേറൊരാളിൽ ഞാനിത് ഡംപ് ചെയ്യും. അവിടെയാണ് അത് ടോക്സിക് ആവുന്നതും അല്ലെങ്കിൽ ഇതിനെ ഈ പേരിട്ടൊക്കെ വിളിക്കാവുന്നതും. അതുപോലെ തന്നെ നാർസിസ്റ്റുകൾ ഭയങ്കര മാനിപ്പുലേറ്റീവ് എന്ന് പറയും. അപ്പോൾ ഈ മാനിപ്പുലേഷന്റെ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് ഒരു പക്ഷെ മനസ്സിലാവുകയില്ല. ഇതിനൊരു സിമ്പിൾ കാര്യം ഇപ്പോൾ നമുക്കറിയാം, ചില ആളുകൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കി അവർ ഭയങ്കര സ്വീറ്റ് ആയിട്ട് സംസാരിക്കും, തിരിഞ്ഞു നിന്നിട്ട് എല്ലാ പാരകളും പണിയും. അങ്ങനെയുള്ളവരെ നമുക്ക്, പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടും അവരുണ്ടെങ്കിൽ, വളരെ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ സർക്കിളിനകത്ത് അവരുണ്ടെങ്കിൽ നമുക്ക് അവരെ ഒഴിവാക്കാനും പറ്റില്ല. പക്ഷെ അവര് ഏതൊരു ടൈമിൽ അവർക്കെതിരെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ കാണാം. അതെന്താണെന്ന് വെച്ചാൽ ഓവർ സ്വീറ്റ്നെസ് എന്ന് പറയുന്നത് ആങ്കർ ഹൈഡ് ചെയ്യാണ്. അവിടെ ആങ്കർ ഹൈഡ് ചെയ്ത് സ്വീറ്റ്നെസ് ഓവർ ആവുകയാണ്. ഇപ്പം ഓവർ ഹാപ്പിനെസ്, സാഡ്നെസ് ആണ് ഹൈഡ് ചെയ്യുന്നത്, ഷാഡോ. അതെ, നമ്മൾ പറയും ഭയങ്കരമായിട്ട് ഈ ബബ്ലി ആയിട്ട് ബഹളവും ചിരിയും ഒക്കെ ആയിട്ട് നടക്കുന്നവർ ഉള്ളില് എവിടെ ഒരു സങ്കടം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ആളുകൾ പറയും അധികം ചിരിച്ച് സംസാരിക്കുന്നവരെ വിശ്വസിക്കരുത്. അതെ, അമ്മൂമ്മയൊക്കെ എന്നോട് പറയാം. പണ്ട് പറയുന്ന എന്താ ഞാൻ കേട്ടിട്ടുണ്ട്, അധികം കരയുന്ന പെണ്ണും അധികം ചിരിക്കുന്ന പുരുഷനും ശരിയല്ലാന്ന്. ഞാനത് ആലോചിച്ചിട്ടുണ്ട്, എന്താണ് ഈ പറയുന്നതിന്റെ ഉള്ളില് എന്നുള്ളത്. ഒരു പക്ഷെ എല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം, ഇമോഷൻസ് വേണ്ടതെന്ന് ഉദ്ദേശിച്ചായിരിക്കാം. കാരണം ഇത് പറയുമ്പോൾ ഇപ്പൊ പെൺകുട്ടികൾ, ചില പെൺകുട്ടികൾ കണ്ടിട്ട് ചില വീടുകളിൽ കണ്ട് എന്ത് ചെറിയ കാര്യം ഉണ്ടെങ്കിൽ ഒരൊറ്റ കരച്ചിലാ. അലറി കരച്ചിലല്ല ഞാൻ പറഞ്ഞ, കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിട്ട്. ചെറുപ്പത്തിലെ ആ കുട്ടികളെ ചിലപ്പോ കരഞ്ഞാൽ കാര്യം നടക്കും. ഇപ്പൊ ഒരു ടോയ്ക്ക് വേണ്ടി കരയുന്ന, അല്ലെ വേറെ എന്തെങ്കിലും ഇപ്പൊ ഷോപ്പിൽ ഇവിടെ നടന്നു പോകുമ്പോ ആ ടോയ് എനിക്ക് വേണമെന്ന് കരയുമ്പോ ചിലപ്പോ വാങ്ങിക്കൊടുക്കില്ല. അത് മാത്രമല്ല വിദ്യ, ഈ പറഞ്ഞ പോലെ ഇപ്പൊ സംസാരിക്കുമ്പോ നമ്മൾ എന്തെങ്കിലും കുറച്ച് റഫൊന്നും ആവണ്ട, വളരെ സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പോഴേക്ക് ഫീലിങ്സ് ആയി കരയേണ്ട കാര്യമൊന്നുമില്ല, കരയുന്നവരുണ്ട്. ചില ആളുകളുണ്ട് ഒരു കാരണവും ഇല്ലാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും, എന്ത് പറയുമ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കും. അതും ഫേക്കാണ്. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ അത് കുട്ടിക്കാലത്തെ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം അല്ലേ? കുട്ടിക്കാലത്ത് ചിലപ്പം അവർക്ക് വേണ്ടത്ര കെയർ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അറ്റൻഷൻ സീക്കിംഗ് ആയിരിക്കാം, ഈ ചിരിച്ചിട്ടും ഓവറായി സംസാരിച്ചിട്ടും മറ്റുള്ളവരെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഡ്രാമയാവാം. കരച്ചിലും അതെ, കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പോയി ആശ്വസിപ്പിക്കും. ചിലപ്പോ എല്ലാവർക്കും വേണ്ടത് എന്താ? അറ്റൻഷൻ, ലവ്, കെയർ. ഗേൾസിന് വേണ്ടത് കെയർ ആണ്, ഒരു ഹഗ്ഗാണ് വേണ്ടത്. പണ്ട് പേരൻസിന്റെ അടുത്ത് നിന്ന് കിട്ടാത്തൊരു ഹഗ്ഗിന് വേണ്ടി, അല്ലെ ഫാദറിന്റെ അടുത്ത് നിന്ന് ഒരു കിട്ടാത്ത ഹഗ്ഗിന് വേണ്ടിയാണ് ഹസ്ബൻഡിന്റെ അടുത്ത് ക്രേവ് ചെയ്യുന്നത്. ഹസ്ബൻഡ് ആണെങ്കിൽ തീർന്നു. പിന്നെ അവിടെ അതാണ്, ആങ്ഷ്യസ് ആയ പാർട്ട്ണറിന് എപ്പോഴും അവോയ്ഡന്റ് പാർട്ട്ണറെ കിട്ടുള്ളൂ. ആങ്സൈറ്റി ഉള്ളവർ ഹസ്ബൻഡ് പ്രോബ്ലം വരുമ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ടിരിക്കും. ഹസ്ബൻഡ് ചിലപ്പം അടുത്ത സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ടാവും സ്ഥലം വിട്ടിട്ട്. അതായത് ഒരു വഴക്കുണ്ടാകുന്ന സമയത്ത് ഹസ്ബൻഡ് അകന്നു നിൽക്കുന്നു, 1 വീക്ക് സംസാരിക്കുന്നില്ല. പക്ഷെ ഈ വ്യക്തിക്ക് സംസാരിച്ചേ മതിയോ, വിളിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ നീഡ് അതാണ്. പക്ഷെ ഇത് ബാലൻസ് ചെയ്ത് വരിക എന്ന് പറയുന്നത് വലിയ പ്രോബ്ലം ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറോ, അല്ലെങ്കിൽ ഇനി വേണ്ട പാർട്ട്ണർ വിടും, ഫ്രണ്ട് ആണെങ്കിൽ പോലും, ഫ്രണ്ടിനെ നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, പാർട്ട്ണറിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ നാർസിസിസ്റ്റിനെ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും? ഉദാഹരണത്തിന് ഞാൻ വേറെ സിമ്പിൾ എക്സാമ്പിൾ, എന്നോടൊരു കുട്ടി പറഞ്ഞതാണ്. 2 സുഹൃത്തുക്കൾ, അവർ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെയാണ്. പക്ഷെ എങ്ങനെയൊക്കെ പോയാലും ഈ നാർസിസ്റ്റ് ആയിട്ടുള്ള പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി, അയാള് ഓവർ പവർ ചെയ്യുക എല്ലാ കാര്യങ്ങളിലും. ഭയങ്കര സ്നേഹമാണ് എക്സ്പ്രസ് ചെയ്യുന്നത് മറ്റേയാളോട്. പക്ഷെ സ്നേഹത്തിൽ ഉപരി ആ മറ്റേ കുട്ടിക്ക് 2 പെൺകുട്ടികളാന്നിരിക്കട്ടെ, ഒരു പെൺകുട്ടിക്ക് ഇതൊരു ബേർഡനായി മാറുകയാണ്. എത്ര സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും അപ്പൊ പറയും അത് പൊസസീവ് ആയതുകൊണ്ടാണ്. ക്യാൻ വി യൂസ് എ ടേം പൊസസീവ്? പൊസസീവ് ആണെന്ന് പറയാൻ പറ്റുമോ? പൊസസീവിനേക്കാളും അപ്പുറത്തേക്ക് അത് ഇതുപോലുള്ളൊരു അവസ്ഥയല്ലേ, ടോക്സിക് അല്ലേ? അപ്പൊ അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്സ് നമുക്കുണ്ടെങ്കിൽ, ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോക്സിക് ആയിട്ടുള്ള അത് ഞാൻ പറഞ്ഞേ, ഈ സ്പിരിച്വലി പറയുകയാണെങ്കിൽ ഒബ്സർവേഷനിലൂടെ നമുക്കത് മാറ്റാൻ പറ്റും. എൻ്റെ ക്ലാസ്സിൽ വന്ന ഒരു ലേഡി, ഈ ഹസ്ബൻഡിന്റെ ബുദ്ധിമുട്ട് കാരണം മോൻ കാനഡക്ക് പോയി.
കാരണം ഇവിടെ നിന്ന് വിക്ടിംസ് ആണ് ഇവർ, വൈഫും വിക്ടിമാണ്, മോനും വിക്ടിമാണ്. അപ്പൊ മോനെയും താഴ്ത്തി മോന് നിലം ആക്കാണ് ആളുകളുടെ മുന്നിൽ. വൈഫിനെ അതുപോലെ തന്നെ, വൈഫ് ഒരുപാട് നല്ല പഠിച്ച ആളാണ്, പക്ഷെ ജോലിക്ക് വിടുന്നില്ല, വീട്ടിൽ പൂട്ടിയിടുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ക്ലാസ്സിൽ വന്നിട്ട് ആൾ ഒബ്സർവേഷനിലൂടെ, നമുക്ക് വിഷ്വലൈസേഷനിലൂടെ, പല ടെക്നിക്സിലൂടെ ഒരാളെ മൈൻഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ചില ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. നമ്മൾ അവരെ ക്യാമിയോസ് എന്നൊക്കെ വിളിക്കുന്ന ആണുങ്ങളുണ്ടല്ലോ, അതായത് 4-5 പ്രണയങ്ങൾ ഒരേ സമയം അവർ കൊണ്ടുപോകും. ആരോടും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. പെൺകുട്ടികളുണ്ട് ഒരേ സമയം. അത് എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. അവര് ഒരു 3-4 ആൾക്കാരോട് ഒരേ സമയം പ്രണയം നടിക്കും. ഈ ആൺകുട്ടികളെല്ലാവരും, ഈ പറഞ്ഞ പുരുഷന്മാരെല്ലാവരും അവരോട് സ്നേഹം കാണിക്കുകയും ചെയ്യും. പക്ഷേ ആരോടും പ്രത്യേകിച്ച് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരാളോടുണ്ടാവാം, പക്ഷെ എങ്കിലും ബാക്കി ഒരു 3-4-5 പേര് ഇവർക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാവണം. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അതിനെ ഒരു ഡിസോർഡർ തന്നെയാണ്, ബിഹേവിയറൽ ഡിസോർഡർ തന്നെയായിട്ടാണ്. അപ്പൊ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ അവസ്ഥയിൽ നാർസിസം തന്നെയല്ലേ അത്? അല്ല, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറുപ്പത്തിൽ നമ്മൾക്ക് ഫില്ലാവാതെ പോയ വോയിഡാണ് ഫില്ല് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നത്. അതായത് ചെറുപ്പത്തിൽ അവിടെ ഒരു സ്പേസ് ഇടാണ് പേരൻസ്, അല്ലെങ്കിൽ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഫാദർ ഓർ മദർ. അവർക്ക് ടൈമില്ല കുട്ടികളെ കെയർ ചെയ്യാൻ, ടച്ച്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ടച്ച് ആണ് അല്ലെ കെയർ ആണ്, അതൊന്നും കിട്ടാതെ സ്പേസ് ഇടാണ്. അപ്പൊ ഈ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബോയ് ഫ്രണ്ടിനെ തപ്പി പോവാണ്, അന്വേഷിച്ച് പോവുകയാണ്. ചില പെൺകുട്ടികൾ അതിന് മാത്രല്ല, ഇപ്പൊ അവർക്ക് റീചാർജ് ചെയ്യാൻ, അവർക്ക് പിന്നെ അല്ലെങ്കിൽ അവർക്ക് മണി, അങ്ങനെ എനിക്കറിയുന്ന ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ലേഡീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആലോചിക്കാം, സാധാരണ ഗതിയിൽ നമ്മൾ ചിന്തിക്കുക, എങ്ങനെ ഒരാൾക്ക് ഒരാളെ പ്രണയിക്കാം, ഇനി ആ പ്രണയം ഇല്ലാണ്ടായി വീണ്ടും അടുത്തയാളെ പ്രണയിക്കാം, അങ്ങനെ എത്ര വേണമെങ്കിലും പ്രണയിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. പക്ഷെ ഒരേ സമയം തമാശയായിട്ട് പറയും, നമ്മൾ ഏതോ ഒരു സിനിമ ഉണ്ടല്ലോ പണ്ട് ലാലേട്ടന്റെ ഒരു സിനിമയില്, എന്തായിരുന്നു, ബോയിങ് ഓക്കെ, ആ സിനിമയില് ലാലേട്ടനും ഒരേ സമയം 5-6 കാമുകിമാര് ഒരേ വീട്ടിൽ തന്നെ. അത് പറഞ്ഞ പോലെ. അപ്പൊ അത് ഒരർത്ഥത്തിൽ അത് നമ്മളൊരു കോമിക്കായിട്ട് തമാശയായിട്ട് നമ്മൾ കണ്ടത്. പക്ഷെ ഈ അവസ്ഥയിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. അല്ല, പെൺകുട്ടികള് ഈ അവസ്ഥയിൽ മാത്രല്ല, ചെറുപ്പത്തിൽ ഞാനൊരു ആളുടെ പേരൊന്നും പറയുന്നില്ല, എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അവർക്ക് അതായത് അച്ഛൻ്റെ ഏട്ടൻ്റെ മക്കള് സെക്ഷലി അബ്യൂസ് ചെയ്തതാണ് ചെറുപ്പം തൊട്ടേ. അപ്പൊ ഇവർക്ക് ഇതിൽ എന്തോ ഒരു പ്ലഷർ കിട്ടിയതിൽ. അപ്പോൾ അതിനുശേഷം ഇവരുടെ വൂണ്ടഡ് ഷാഡോ ആണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം ഇവർ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, ഒരുപാട് ആളായിട്ട് പ്രണയത്തിലല്ല, കല്യാണം കഴിച്ചിട്ട് പോലും ഇതിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്, UK പോയിട്ടും ഒക്കെ. അവിടെ നിന്ന് അവര് ലാസ്റ്റ് സൂയിസൈഡ് ചെയ്യാനുണ്ടായി, സൂയിസൈഡൽ അറ്റംപ്റ്റ് ആണ് ചെയ്തത്. അതായത് ഇങ്ങനെയുള്ള കേസിൽ ആളുകൾ ഡിപ്രഷനിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരുപാട് ആണുങ്ങളെ തേടി പോവുക, ലാസ്റ്റ് ഈ ഒരു അവസ്ഥയിലോട്ട് എത്തുകയാണ്. അപ്പൊ ഇതൊക്കെ തുടങ്ങുന്നത് എവിടുന്ന, ചൈൽഡ്ഹുഡിലുള്ള ആ പ്രോബ്ലം കൊണ്ടാണ്. അതെ. അപ്പൊ ആ റൂട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത്, ഒരുപാട് ആളുകളുണ്ട് ചേച്ചി, ഞാനത് ഓപ്പൺ ആയി പറഞ്ഞത് അതുകൊണ്ട്. എനിക്കറിയാം, എനിക്കും എന്റെ അടുത്തും വന്നിട്ടുണ്ട്. അത് തെറ്റുമല്ല, അല്ലെ, അവരുടെ തെറ്റുമല്ല, അവരങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. പക്ഷെ അത് ഉണ്ടാക്കുന്ന ടോക്സിസിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവര്, എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരുപാട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എക്സാജറേറ്റ് ചെയ്യും. ഒരു ചെറിയ കാര്യത്തിനെ അവർ വലിയ സംഭവമാക്കി മാറ്റി പറഞ്ഞ് അക്സെപ്റ്റൻസ് ഉണ്ടാക്കും. അതും വാലിഡേഷന്റെ ഒരു ഭാഗമല്ലേ അത്? അതെ. അതായത് അവര് പറയുന്ന പോലെ സെൽഫ് വാലിഡേഷൻ ഇല്ല അവർക്ക്. അവര് വേർത്താണ്, അല്ലെ അവരുടെ കഴിവിൽ അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് പുറത്തുനിന്ന് എന്നെ അവർ അക്സെപ്റ്റ് ചെയ്യണം, എനിക്ക് അവർ പ്രയോറിറ്റി തരണം. ഇപ്പൊ ചില ആളുകൾ, ഇപ്പൊ കുറെ നമ്മളിപ്പോ ഫാമിലി ഫംഗ്ഷൻ ഒക്കെ പോകുന്ന സമയത്ത് സംസാരിക്കാത്ത ആളുകളുണ്ടാവും, ഒബ്സർവേഷൻ മാത്രമുള്ള ആളുകളുണ്ടാവും. ചില ആളുകൾ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവരെക്കാൾ അറിവുണ്ടാവും അവിടെ ഇരിക്കുന്നവർക്ക്, പക്ഷെ അവർക്ക് സ്വയമായിട്ടൊരു ബോധമില്ല, ഞാൻ വേർത്തിയാണ്. അപ്പം എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടി അവര് ഡ്രാമ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരും ഉണ്ട്. അതും സത്യം പറഞ്ഞത് ഇതൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ ചുറ്റും ലൈഫിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സക്സസിനെ കുറിച്ച്, വിജയത്തെ കുറിച്ച് ഒരു പ്രീ ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഫാന്റസീസ് ഉണ്ടാക്കും ചിലര്, അല്ലേ? ഉണ്ടാക്കാറുണ്ട്. ആ പ്രീ ഓക്യുപ്പൈഡ് ഫാന്റസീസിൽ പിന്നെ വിരമിക്കും. ഞാൻ ഇങ്ങനെയായിരിക്കും, ഞാൻ അങ്ങനെയായിരിക്കും. ഇത് ഭയങ്കര തലവേദന ഉണ്ടാക്കും കൂടെ, അല്ലേ? അതൊരു ബേർഡൻ ആയിരിക്കും.
ഓക്കെ ഇങ്ങനെ ആയാലേ സക്സസ് ആവുള്ളൂ എന്നുള്ളത് അവരുടെ മക്കളും അതാണ് പഠിക്കുന്നത്. നാർസിസ്റ്റിക് ആയ പേരൻസ് ഉള്ള മക്കളും ഓക്കെ എൻ്റെ ഫാദർ ഇങ്ങനെയാണ് പറഞ്ഞത്, ഫാദറിന്റെ വേർഡ് ആണല്ലോ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും ഉണ്ടാവുക. അപ്പൊ ഫാദർ അങ്ങനെയാണ് പറഞ്ഞത്, ഈ ഒരു ലെവലിലായാലും ഞാൻ സക്സസ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ സക്സസ് ആയാലും ഞാൻ ഹാപ്പി ആവുള്ളൂ എന്നുള്ളത് നമ്മൾ വെച്ചിരിക്കുക. അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു റോൾ മോഡൽ നമുക്ക് അങ്ങനെ പഠിപ്പിച്ചു തന്നാൽ നമ്മൾ അങ്ങനെയാണെന്ന് അങ്ങോട്ട് വിശ്വസിക്കുന്നതാണ്. പിന്നെ കള്ളങ്ങൾ ഒരുപാട് പറയും ഇവര് സത്യം എന്നുള്ള രീതിയിൽ. ഇപ്പം ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ദുബായിലുള്ള ഒരാള് വന്നിട്ട് പറയാണ്, ഞാൻ 30 മില്യൺ എൻ്റെ കയ്യിലുണ്ട്, നിനക്ക് വേണോ, ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചാണ് നിനക്ക് വേണോ എന്നുള്ളത്. ആക്ച്വലി അവരുടെ അടുത്ത് ഒന്നുമില്ല, അവര് കടത്തിൽ നിൽക്കുകയാണ്. പക്ഷെ അവരിങ്ങനെ ഒരു ഇമാജിനറി വേൾഡ് ക്രിയേറ്റ് ചെയ്യാണ്. അതായത് ഞാൻ ഈ സൊസൈറ്റിയിൽ വലിയൊരാളാണ്, ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും അധികം ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അതും എക്സ്റ്റേണൽ വാലിഡേഷൻ ആണ്. ചെറുപ്പത്തിൽ കിട്ടാത്ത വോയിഡ് ഫില്ല് ചെയ്യാണ് അവിടെ. അതേപോലെ തന്നെ അവര് സ്വയം സ്പെഷ്യൽ ആണെന്ന് വിചാരിക്കുന്നവരുണ്ട്. ചില ആൾക്കാരുണ്ട് ഒരു കാര്യമില്ലെങ്കിലും മേ ബി ജസ്റ്റ് ഓർഡിനറി, നമ്മളെ പോലെ സാധാരണക്കാരായിരിക്കും, പക്ഷെ സ്വയം അങ്ങ് വിചാരിക്കുകയാണ് ഞാൻ സ്പെഷ്യൽ ആണ്, ഐ എം ഡിഫറെന്റ്, എനിക്ക് എന്റെ ഇപ്പൊ തമാശ ഞാൻ എല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യണം, എല്ലാവരും എന്നെ അറ്റൻഡ് ചെയ്യണം, ആ ഒരു തരത്തിൽ ഐ എം സോ സ്പെഷ്യൽ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യേണ്ടത്? വിദ്യയുടെ ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്നതൊക്കെ ആരും ബ്ലെയിം ചെയ്യുന്നതല്ല അല്ലെ, ഇങ്ങനെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതെ, അപ്പോ അങ്ങനെയുള്ളവരുടെ കേസിലും ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ ചെയ്യുന്നത് മണ്ടത്തരമാണ്, ഫൂളിഷ്നെസ് ആണ്, നിങ്ങൾ സൊസൈറ്റിയിൽ ഒരു ഫൂൾ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ആദ്യം ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ തോന്നിയിട്ടില്ലേ അവർ സ്വയം ഫൂളാവുകയാണ് എന്നുള്ളത്? അതെ, അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്താൽ ഇവർക്ക് എമ്പതി ഉണ്ടാവില്ല കേട്ടോ, ഒട്ടും എമ്പതറ്റിക് ആയിരിക്കില്ല. അവരെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും, അവരാണ് എല്ലാം കേമം എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരു തരത്തിലും എമ്പത്തറ്റിക്കും ആവില്ല, ചുറ്റുപാടുകളെ കുറിച്ച് അവർ ഒരു കൺസേൺ, ഒട്ടും ഫ്ലെക്സിബിൾ ആവില്ല. ഒരു കാര്യം തീരുമാനിച്ച് അവര് പറയുന്നതാണ് എല്ലാം ശരി, അവരുടെ രീതിയിലേക്ക് മറ്റുള്ളവരെയും മറ്റുള്ളവരെ വേദനിപ്പിക്കുക, അവര് ഹേർട്ട് ചെയ്യും. അല്ലാണ്ട് ചില ആളുകളുണ്ട് ഈ എന്താ പറയാ സംസാരിച്ചിട്ട് അങ്ങോട്ട് എന്താ കത്തിയെടുത്ത് കുത്തി അത്രയും കുഴപ്പമില്ല, അമ്മാതിരി വർത്തമാനം പറഞ്ഞ് വേദനിപ്പിക്കും. അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ അതൊക്കെ മറന്നതുപോലെ പെരുമാറും. അത് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പിന്നെയും നമ്മൾ സംസാരിക്കുക കഴിഞ്ഞ് പിന്നെയും കുറെ കഴിയുമ്പോൾ അടുത്ത കത്തി കൊണ്ട് കുത്തുന്നതിനേക്കാളും വലിയൊരു കുന്തം കൊണ്ടുള്ള കുത്തലായിരിക്കും അടുത്തത്. പിന്നെ അവരുടെ തെറ്റുകള് നമ്മൾ ചൂണ്ടിക്കാണിച്ചാലും അത് അക്സെപ്റ്റ് ചെയ്യില്ല. അത് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യും. ഒരു കാര്യമുള്ളൂ, നമുക്ക് നമ്മളെ മാത്രമേ ക്ലെൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അപ്പുറത്ത് നിൽക്കുമെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ഒരു സമയമായി. അതാണ് ഒരുപാട് ചർച്ച ചെയ്യാം. അതെ, അവര് ഇവരെന്നൊക്കെ പറഞ്ഞ് നമ്മള് കൈ ചൂണ്ടുമ്പോ ബാക്കി എല്ലാ വിരലും നമ്മളിലേക്കാണ് വരുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം നമ്മളെ ക്ലെൻസ് ചെയ്യാം, നമുക്ക് ക്ലെൻസ് ചെയ്യാം. ആ ക്ലെൻസിങ് എങ്ങനെയാന്നുള്ളത് നിങ്ങളെ പോലെയുള്ള മൈൻഡ് പവർ കോച്ചസ് പറഞ്ഞു കൊടുക്കും. ഇനി അതൊന്നുമില്ലെങ്കിലും സ്വയം നമുക്ക് കുറെയൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊന്നും പോയില്ലെങ്കിലും, ക്ലാസ്സിന് പോയില്ലെങ്കിലും നമ്മുടെ ഉള്ളില് നമ്മൾ സാധാരണ എല്ലാവരും പണ്ടുള്ളവർ പറയും ഒന്നും വയ്ക്കാതിരുന്ന അപ്പ പ്രസന്റിൽ ജീവിക്കുക എന്ന് പറയും. നമ്മൾ അങ്ങനെ നിന്നുകൊണ്ട് ഞാനൊരു മെത്തേഡ് എങ്ങനെയാ വെച്ചാൽ എൻ്റെ മനസ്സിലേക്ക് വരുന്ന എല്ലാ തോട്ട് വേവ്സും വരാതിരിക്കൊന്നുമില്ല, മനുഷ്യനല്ലേ, ആ വന്നതിന് അപ്പൊ തന്നെ കളയാ, ആവശ്യമില്ലാത്ത അങ്ങ് കളയാ, കളഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള മാത്രം നമ്മൾ എടുക്കുള്ളൂ, ബാക്കിയുള്ളൊക്കെ അപ്പ കളഞ്ഞേക്കുക. അതെ, ഞാനും പാസ്റ്റിൽ നടന്ന കാര്യം അയ്യോ അന്ന് അങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെ ഞാനിപ്പോ ചിന്തിക്കാറില്ല, വേസ്റ്റ് ഓഫ് ടൈം ആണ് അത് റിഗ്രറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു വേർഡ് ഇംഗ്ലീഷിൽ ഉണ്ടെങ്കിലും പശ്ചാത്താപം മലയാളത്തിൽ ഒരു നല്ല വേർഡായിട്ടാണ് പൊതുവേ പറയുന്നത്. പക്ഷെ ആ ഒരു രീതിയിലേക്ക് നമ്മളെ മൈൻഡിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ ഒരുപാട് നാളെടുത്തു എനിക്ക്. അതെ, പെട്ടെന്ന് ഞാൻ പശ്ചാത്തപിക്കാം, പക്ഷെ അതിനെ കുറിച്ച് ആലോചിച്ച് പിന്നെ അതിങ്ങനെ കടിച്ചു തൂങ്ങി അതിൽ നിൽക്കാതെ നമ്മള് ഇത്തരം കാര്യങ്ങളെ വിട്ട് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ വളരെ പെർഫെക്റ്റ് ആണെന്ന്. ഒരിക്കലും അല്ല, ഞാൻ ഭയങ്കര നെഗറ്റീവ് സൈഡിൽ നിന്ന് മാറി വന്നതാണ്. അപ്പൊ ഞാൻ മാറിയെങ്കിൽ എല്ലാവർക്കും മാറാൻ പറ്റും, എല്ലാ മനുഷ്യന്മാർക്കും മാറാൻ പറ്റും. നമ്മളെ രണ്ട് നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും അക്സെപ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയാൽ നമുക്ക് മറ്റുള്ളവരെയും നമ്മളെ ആക്സെപ്റ്റ് ചെയ്ത പോലെ മറ്റുള്ളവരെയും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് ഇത് തൽക്കാലം അവസാനിപ്പിക്കാം. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. മറ്റൊരു അവസരത്തിൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ സംസാരിക്കണം. ഏതായാലും നമുക്ക് നമ്മളെ ക്ലെൻസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിന്റെ അവസാനത്തിൽ
നമുക്ക് പറയാം നമ്മളെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ, നമുക്ക് ആരെയും മാറ്റാൻ പറ്റില്ല. അതെ. പിന്നെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ആ എനർജി ആയിരിക്കും നമ്മൾ ചുറ്റുപാടും കൊടുക്കുക. നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയും മൈൻഡും രക്ഷപ്പെട്ടു മാറും. നമ്മൾ രക്ഷപ്പെട്ടാല് നമ്മുടെ ചുറ്റുപാടുകളിൽ അതെ. പതിയെങ്കിലും അത് നെക്സ്റ്റ് വ്യാപിക്കും. ജനറേഷനും രക്ഷപ്പെട്ടു. അതെ, പതിയെങ്കിലും അത് ചുറ്റുപാടുകളിലേക്ക് എത്തും. ഒരു 10 പ്രാവശ്യം നമ്മളെ വഴക്ക് പറയുന്ന ഒരാളെ 10 പ്രാവശ്യം തിരിച്ച് നമ്മൾ പറഞ്ഞാൽ അത് 100ആയിട്ട് പെരുത്തു വരും, പെരുകി വരും. അതേസമയം 10 പ്രാവശ്യം പറഞ്ഞിട്ടും നമ്മൾ തിരിച്ച് അയാളോട് സ്നേഹമായിട്ട് പെരുമാറും, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യെങ്കിലും അതെ ചെയ്താൽ അതെ അവിടെ അവസാനിക്കും അത്. സത്യം, അതുകൊണ്ട് സത്യം. തന്നെ നമ്മളെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. സത്യം. അതിനുള്ള ഒരു ടിപ്പാവട്ടെ ഈ ഒരു എപ്പിസോഡിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രേക്ഷകർക്ക്. തീർച്ചയായിട്ടും. താങ്ക് യു ശ്രീവിദ്യ. താങ്ക് യു.